ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൊതിയൂറും തനി നാടൻ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ. ഒരു എമ്മി മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി പെട്ടെന്ന് നോക്കിയാലോ. അതിനായിട്ട് കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് മാമ്പഴം വെച്ചും പുളിശ്ശേരി തയ്യാറാക്കാം. എങ്കിലും അതിൻ്റെ ഓത്തൻറ്റിക് ട്രഡീഷണലായിട്ട് തയ്യാറാക്കുന്നത് നാട്ടുമാങ്ങ വെച്ചിട്ടാണ്. ഈ കുഞ്ഞു മാങ്ങയെ ഞങ്ങളൊക്കെ നാട്ടുമാങ്ങ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെന്താണ് പറയുന്നത്? വ്യത്യസ്തമായ പേരുകളുണ്ടോ? അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഈ കുഞ്ഞൻ മാമ്പഴം കഴുകി വൃത്തിയാക്കി തൊലി ഉരിഞ്ഞെടുക്കാം. കൈകൊണ്ട് തന്നെ തൊലി ഉരിഞ്ഞെടുക്കാവുന്നതാണ്. ഈ നാട്ടുമാങ്ങയുടെ ടെൻഡർ മാംഗോസ് ആണ് കണ്ണിമാങ്ങ അച്ചാറിടാൻ ഉപയോഗിക്കുന്നത്. മാമ്പഴങ്ങൾ ഓരോന്നായി തൊലി ഉരിഞ്ഞ് നമുക്ക് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. മൺചട്ടിയിലും വിറകടുപ്പിലും കല്ലിലുമൊക്കെ അരച്ചുണ്ടാക്കുന്നത് തന്നെയാണ് സ്വാദ്. അപ്പോൾ എല്ലാം കൂടിയൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ലല്ലോ. അപ്പോൾ മൺചട്ടിയിൽ വെച്ച് ഗ്യാസ് അടുപ്പിൽ വേവിച്ചെടുക്കാം. അരയ്ക്കുന്നത് മിക്സിയിലുമാകാം, അതേ തരമുള്ളൂ. ഓരോ മാങ്ങയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പലരും പല റെസിപ്പിയിലും ഞാൻ കണ്ടിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരി ശർക്കര ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതായിട്ട്. ഞങ്ങൾ സാധാരണ ശർക്കര ചേർക്കാറില്ല. ഞങ്ങളുടെ തനതായ രീതിയിലാണ് ഇന്ന് കാണിക്കുന്നത്. ശർക്കര ചേർത്ത് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി വിജയിക്കുകയാണെങ്കിൽ ആ റെസിപ്പിയും ഇടാവുന്നതാണ്. സദ്യയ്ക്കും വിശേഷ അവസരങ്ങളിലുമൊക്കെ ഈ കൊതിപ്പിക്കും മാമ്പഴ പുളിശ്ശേരിക്ക് പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ട്. പക്ഷേ ഈ മാമ്പഴക്കാലത്ത് മാത്രമാണ് ഈ നാടൻ കുഞ്ഞൻ നാട്ടുമാങ്ങ ലഭ്യമായിട്ടുള്ളത്. ഈ സമയത്ത് എല്ലാ വീട്ടിലും പല ദിവസങ്ങളിലും മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാറുണ്ട്. നമ്മൾ മാമ്പഴമെല്ലാം തൊലിയുരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക് കീറിയത് ചേർക്കാം, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് മുളക് പൊടി ചേർക്കാം, 1-2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഫ്രഷ് കറിവേപ്പിലയാണ്. അതോടൊപ്പം തന്നെ ഇത് വേകാൻ ആവശ്യമായ വെള്ളം കൂടി വയ്ക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായി ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം എടുക്കുമ്പോൾ ഇളം നാളികേരം എടുക്കുന്നതാവും നല്ലത്, അധികം മൂക്കാത്തത്. കൂടെ ഒരു കൊച്ചുള്ളി ചേർക്കുന്നു. 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ജീരകം, ഇത്രയും മതി. ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അല്പം വെള്ളമോ അല്പം തൈരോ ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം. ഇപ്പോഴേക്ക് നമ്മുടെ മാങ്ങ എന്തായെന്ന് നോക്കാം. മാമ്പഴം തിളച്ച് വെന്ത് വരുന്നുണ്ട്. കണ്ടില്ലേ, നല്ല വാസനയാണ് വരുന്നത്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് വെന്ത് കുറുകി വരാനുണ്ട്. കണ്ടില്ലേ, മാങ്ങ എത്ര ഭംഗിയാ. ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമായ തൈരെടുത്ത് ഒന്ന് കടഞ്ഞു വയ്ക്കാം. മത്ത് കൊണ്ട് തന്നെ ഒന്ന് കടയാം. പണ്ട് കാലങ്ങളിൽ ഇതുപോലെ മത്ത് വെച്ച് തൈര് കടഞ്ഞാണ് വെണ്ണയും മോരും ഒക്കെ എടുത്തിരുന്നത്. ആ ഓർമ്മകളാണ് വരുന്നത്. ഒന്ന് കടഞ്ഞ് കട്ടയില്ലാതെ എടുക്കുന്നു. അന്ന് വീട്ടിലുണ്ടാക്കുന്ന തൈരാണ്, ഇതിപ്പോൾ പാക്കറ്റ് തൈരാണ്. തൈര് കടഞ്ഞ് മാറ്റി വെച്ചു. മാങ്ങ എന്തായെന്ന് നോക്കാം. മാമ്പഴം ഒന്നുകൂടി വെന്ത് കുറുകിയിട്ടുണ്ട്. കണ്ടില്ലേ, പാകമായി. നമുക്ക് അരപ്പ് ചേർക്കാനായിട്ട് പാകമായി. ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാളികേരക്കൂട്ട് ചേർക്കാം. ആ മിക്സർ ജാറ് ഒന്ന് കഴുകി ചേർക്കാം. കൂടുതൽ വെള്ളം വേണ്ട. മാമ്പഴ പുളിശ്ശേരി കുറച്ച് കട്ടിക്കിരിക്കുന്നതാണ് രുചികരം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച്, അരപ്പ് കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ആ പാത്രത്തിനൊക്കെ തന്നെ നല്ല ചൂടുണ്ട്. ഒരല്പം ഒന്ന് അനന്ന് കിട്ടിയാൽ മതി അരപ്പ്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. നമുക്ക് അടുപ്പത്തത് ഇറക്കി വയ്ക്കാം.
ഇനി ഇതിൽ തൈര് കൂടി ചേർക്കാം. തൈര് ചേർത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ആ പാത്രത്തെയും അരപ്പിൻ്റെയും ഒക്കെ ചൂട് മാത്രം മതിയാകും തൈരിന്. തൈര് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. റെഡിയായി കഴിഞ്ഞു. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ? ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്നൊക്കെ നോക്കി ഒന്ന് ബാലൻസ് ചെയ്യാവുന്നതാണ്. ഇനിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പാർട്ട്. ഇതിൻ്റെ വറവലിടിയിലാണ് ഹൈലൈറ്റ്. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ നെയ്യ് ഒഴിക്കാം. നെയ്യിൽ താളിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിടാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. നിങ്ങൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നവർ എപ്പോഴെങ്കിലും നെയ്യിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ആ ടേസ്റ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കടുകൊന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് കുറച്ച് ജീരകം കൂടി ഇടാം. ജീരകം പെട്ടെന്ന് പൊട്ടും. അതുകൊണ്ടാണ് കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത്. ആ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടാം. കുറച്ച് വറ്റൽമുളക് കൂടി ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഒരു കളറും ഭംഗിയൊക്കെ കൊടുക്കും മുളക് പൊടി. അത് മൂത്ത് പോണ്ട, അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്യുന്നത്. നമ്മുടെ വറവൽ റെഡിയായി കഴിഞ്ഞു. ഇനി അത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർക്കാം. ആഹാ, എന്താ ഭംഗിയല്ലേ! അത്രയും മണമാണ് വരുന്നത്. നെയ്യും മാമ്പഴവും എല്ലാം കൂടെ ചേർന്ന്, തൈരിൻ്റെയും എല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു കൊതിയൂറും മണമാണ് വരുന്നത്. കണ്ടില്ലേ എന്താ ഭംഗിയും രുചിയുമാണെന്നോ! ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ വറവല് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ വർക്കായില്ല, എന്ത് ചെയ്യും? നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇതാ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടരെ. താങ്ക് യു all for watching. Stay blessed.